ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാഫ് സ്പേസ്. അങ്ങനെ 2026 വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ ഫിക്സ്ചറുകൾ തീരുമാനമായിരിക്കുകയാണ്. ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന ആൻഡ് സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ്. അപ്പോൾ ഇംഗ്ലണ്ടിന്റെയും അർജന്റീനയും മാച്ചസ് നടന്നത് ഇന്ന് രാവിലെയാണ്. അപ്പോൾ ആ മാച്ചസിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിന്റെയും അർജന്റീനയും മാച്ചസ് കഴിഞ്ഞ സമയത്ത് നോർവേയും സ്വിറ്റ്സർലാൻഡും ഈ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. പക്ഷേ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് റിമാർക്ക് നേടിക്കൊണ്ടാണ് ഈ രണ്ട് ടീമുകളും പുറത്തു പോകുന്നത്. നോർവേന്റെ കാര്യം പറയുകയാണെങ്കിൽ നോർവേ ഏറ്റവും ബെസ്റ്റ് ഫിനിഷ് വേൾഡ് കപ്പ് നേടിയിട്ടുണ്ടായിരുന്നത് 1998 റൗണ്ട് ഓഫ് 16 എത്തുക എന്നുള്ളതാണ്. പക്ഷേ ഈ സീസണിൽ ക്വാർട്ടർ ഫൈനൽ എത്താൻ വേണ്ടി നോർവേക്ക് പറ്റുന്നുണ്ട്. എക്സ്ട്രാ ടൈമിലേക്ക് പോയിട്ടാണ് നോർവേ അങ്ങനെ കളി തോൽക്കുന്നത്. അപ്പം നോർവേക്ക് ഒരു നല്ലൊരു സ്ക്വാഡ് ഉണ്ട്, ഒരു യങ് കോർ സ്ക്വാഡ് ഉണ്ട്. അപ്പോൾ അടുത്ത വർഷങ്ങളിൽ നല്ല രീതിക്ക് പെർഫോം വേണ്ടി നോർവേക്ക് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി സ്വിറ്റ്സർലൻഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ വേൾഡ് കപ്പിൽ അവരുടെ ബെസ്റ്റ് ഫിനിഷ് ഉണ്ടായിരുന്നത് 1954 അന്ന് ക്വാർട്ടർ ഫൈനൽ എത്താൻ വേണ്ടി സ്വിറ്റ്സർലൻഡിന് പറ്റുന്നുണ്ട്. അതേ കാര്യം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് 72 വർഷങ്ങൾക്ക് ശേഷം ഈ വേൾഡ് കപ്പ് പറ്റുകയാണ്. അപ്പോൾ സ്വിറ്റ്സർലൻഡിനും ഈ വേൾഡ് കപ്പ് എന്തുകൊണ്ടും നല്ലൊരു വേൾഡ് കപ്പ് ആയിരുന്നു. ആദ്യം നമുക്ക് ഇംഗ്ലണ്ട് വേഴ്സസ് നോർവേ മത്സരത്തെ പറ്റി സംസാരിക്കാം. അപ്പോൾ കളിനെ പറ്റി പറയുകയാണെങ്കിൽ തുടക്കത്തിൽ ഫസ്റ്റ് ഹാഫിൽ ഇംഗ്ലണ്ട് തന്നെയാണ് പൊസിഷൻ കൺട്രോൾ ചെയ്ത് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നോർവേൻ്റെ ടാക്ടിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, സിറ്റ് ബാക്ക് ചെയ്യുക, കൗണ്ടർ ചെയ്യുക. അപ്പോൾ ഹാലൻഡ് ഒഴിച്ച് ബാക്കിയുള്ള പ്ലേയേഴ്സ് ഒക്കെ നല്ല രീതിക്ക് ഇറങ്ങി വന്ന് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് നോർവേ ആണ്. 36 മിനിറ്റിലാണ് ഷെൽട്ടറപ്പ് ഒരു ഗോൾ അടിക്കുന്നത്. അപ്പോൾ ആ ഗോൾ ഒരു ക്രോസ് ആണോ അല്ലെങ്കിൽ ഷോട്ട് ആണോ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഒരു കിടിലൻ ഗോളായിട്ട് മാറുകയാണ്. അങ്ങനെ നോർവേ ലീഡ് എടുക്കുകയാണ്. അപ്പോൾ ബെല്ലിംഗാം ആണ് ഇംഗ്ലണ്ടിന് വേണ്ടി മറുപടി ഗോൾ അടിക്കുന്നത്. അപ്പോൾ ആ ഗോളിനെ പറ്റി പറയുകയാണെങ്കിൽ നീലൻ്റെ അടുത്ത ഗോൾ കിക്ക് എലിയറ്റ് ആൻഡേഴ്സൺ ട്രാപ്പ് ചെയ്യുന്നു. ഒരു ഗോർഡൻ്റെ ഒരു പാസ് കൊടുക്കുന്നു, ഗോർഡൻ്റെ ഒരു കിടിലൻ പാസ്. അപ്പോൾ ആ ബെല്ലിംഗാം നല്ല രീതിക്ക് കൺട്രോൾ ചെയ്ത് നല്ല പൊസിഷനിങ്, നല്ല ഫിനിഷ്, അങ്ങനെ ഒരു ഇക്വലൈസർ ഗോൾ ഇംഗ്ലണ്ടിന് നേടിക്കൊടുക്കുകയാണ്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം സെക്കൻഡ് ഹാഫിലേക്ക് വന്ന സമയത്ത് കുറച്ചും കൂടി നോർവേ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നത് നമ്മൾ കണ്ടു. 68 മിനിറ്റ് ആയപ്പോഴാണ് നുസൈം അതേപോലെ തന്നെ ഓസ്കാർ ബോബും കളത്തിലേക്ക് വരുന്നത്. സ്വർലത്തിനും അതേപോലെ തന്നെ ഷെൽട്ടറപ്പിനെ മാറ്റിയിട്ടാണ് നോർവേ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്. ഈ രണ്ട് പ്ലേയേഴ്സ് വന്ന സമയത്തേക്ക് നോർവേ കുറച്ച് നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ നമുക്കറിയാം ക്വിക്ക് ഫീറ്റുള്ള പ്ലേയേഴ്സാണ്, അതേപോലെ തന്നെ ഫ്രഷ് ലെഗ്സും ആണ്. അപ്പോൾ നല്ല രീതിക്ക് ഇംഗ്ലണ്ടിന് പണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് പ്ലേയേഴ്സിനും പറ്റുന്നുണ്ട്. ഈ ടൈമിലാണ് തോമസ് ടുഷൽ എന്ന് പറയുന്ന ടാക്ടീഷ്യൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ കാണുന്നത്. 71 മിനിറ്റിൽ റീസ് ജെയിംസിനെ കളത്തിലേക്ക് ഇറക്കുകയാണ്. അതേപോലെ തന്നെ നിക്കോറിലിനെ മാറ്റിയിട്ട് സ്പെൻസിനെയും അതേപോലെ തന്നെ കോൺസിനെ മാറ്റിയിട്ട് മോർഗൻ റോജേഴ്സിനെയും 86 മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ സ്പെൻസ് ലെഫ്റ്റ് ബാക്ക് റോള് നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യാണ്. അതേപോലെ തന്നെ കോൺസ പോയ ഗ്യാപ്പിൽ റൈറ്റ് ബാക്ക് റോള് റീസ് ജെയിംസ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ മോർഗൻ റോജേഴ്സിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ കണ്ടതാണ്. മോർഗൻ റോജേഴ്സിൻ്റെ ഷോട്ട് നീലൻഡിന് നല്ല രീതിക്ക് പാരി ചെയ്യാൻ പറ്റാത്തത് മുതലെടുത്താണ് ബെല്ലിംഗാം വിന്നിംഗ് ഗോൾ അടിച്ചിട്ട് ഇംഗ്ലണ്ടിനെ സെമി ഫൈനലിലേക്ക് അഡ്വാൻസ് ചെയ്യുന്നത്. അപ്പോൾ 2-1 പറഞ്ഞ സ്കോർ ലൈനിൽ കളി ജയിച്ചുകൊണ്ട് സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിന് പറ്റുകയാണ്. അപ്പോൾ നല്ലൊരു സ്ക്വാഡ് ഉണ്ട്, അതേപോലെ തന്നെ നല്ലൊരു കിടിലൻ മാനേജറും ഉണ്ട്. അപ്പോൾ അടുത്ത റൗണ്ടിൽ അർജന്റീനയാണ് അവരുടെ എതിരാളി. അപ്പോൾ എന്താവും കളി എന്ന് നമുക്ക് നോക്കി കാണാം. ഇപ്പോൾ രണ്ടാമത്തെ കളി അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലാൻഡാണ്. അപ്പോൾ കളിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ പൊസിഷനൊക്കെ കൺട്രോൾ ചെയ്തത് സ്വിറ്റ്സർലാൻഡാണ്. ഫസ്റ്റ് ഹാഫിൽ ഗോൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ രണ്ട് ടീമുകളും ഏകദേശം ഒരേപോലെ ഉണ്ടായിരുന്നത്. 3 ഷോട്ട്, ഒരു ഓൺ ടാർഗറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഏകദേശം സെയിം ആയിട്ടാണ് ഉണ്ടായിരുന്നത്. മെക്കലിസ്റ്ററിൻ്റെ ഒരു ഗോൾ മാത്രമാണ് ഒരു ഡിഫറൻസ് ആയിട്ട് രണ്ട് ടീമിനും പറയാനുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിൽ 67 മിനിറ്റിലാണ് എൻഡോയിലൂടെ സ്വിറ്റ്സർലാൻഡ് ഇക്വലൈസർ ഗോൾ അടിക്കുന്നത്. അതൊരു നല്ല ഗോളായിരുന്നു, ഒരു കിടിലൻ 1-2, അതേപോലെ ഒരു നല്ല ഫിനിഷ്. മാർട്ടിനസിൻ്റെ നടയിൽ കൂടിയാണ് ആ ബോൾ പോകുന്നത്. ഇത് കഴിഞ്ഞ് 72 മിനിറ്റിലാണ് ഈ കളിയിലെ ഡ്രാമാറ്റിക് മൊമെന്റ് അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ എംബോളോയും അതേപോലെ തന്നെ പാരഡൈസും ഒരു ബോളിന് വേണ്ടി ചലഞ്ച് ചെയ്യാണ്. അപ്പോൾ ആദ്യം ഫൗൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പാരഡൈസിന് യെല്ലോ കാർഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ വാർ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് എംബോളോ അത് ഡൈവ് ചെയ്തതാണ്. അപ്പോൾ ഓൾറെഡി ഒരു യെല്ലോ കാർഡിലായിരുന്നു. അതൊരു ആവശ്യമില്ലാത്തൊരു ഡൈവ് ആയിരുന്നു അത്. എന്ന് പറഞ്ഞാൽ പെനാൽറ്റി ബോക്സിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും അല്ല. അപ്പം ഒരു ഗോൾ അടിച്ചു, നല്ല ഹൃദയത്തിൽ നിൽക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ ടച്ച് ലൈനിൻ്റെ അടുത്ത് നിന്നാണ് ആ ഡൈവ് എംബോളോ ചെയ്യുന്നത്. അങ്ങനെ സെക്കൻഡ് യെല്ലോ കിട്ടിയിട്ട് എംബോളോ കയറി പോവാണ്. ഇത് കഴിഞ്ഞിട്ടും സ്വിറ്റ്സർലാൻഡ് നല്ല രീതിക്ക് കളിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ടൈം വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ആ സമയത്ത് അർജന്റീനയെ പോലത്തെ ഒരു ടീമെ പിടിച്ചിരിക്കണമെങ്കിൽ ഇതുപോലത്തെ മണ്ടത്തരങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്താണ് എംബോൾ ഇങ്ങനത്തെ ഒരു മണ്ടത്തരം കാണിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടും സ്വിറ്റ്സർലാൻഡ് നല്ല രീതിക്ക് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. 10 വരെ ചുരുങ്ങിയിട്ട് ഒരു നല്ല രീതിക്ക് സിറ്റ് ബാക്ക് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അർജന്റീന ഇത് മുതലെടുത്ത് ഒരുപാട് ഷോട്ടുകൾ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബോൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിലേക്ക് പോവുക, റൈറ്റ് സൈഡിലേക്ക് പോവുക, പ്രോഗ്രസ് ചെയ്യാൻ നോക്കുക. പക്ഷേ നല്ല രീതിക്ക് തന്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി സ്വിറ്റ്സർലാൻഡിന് പറ്റുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിലാണ് അർജന്റീന കളി ജയിക്കുന്നത്. അപ്പം 0.04 XG ഒരു പൊസിഷനിൽ നിന്നാണ് അൽവരസ് ആ ഗോൾ അടിക്കുന്നത്. ഒരു കിഡിലൻ ഗോളായിരുന്നു, ഒരു ബാങ്ങർ ഗോൾ. ടോപ്പ് കോർണറിലാണ് ആ ബോൾ പോയി നിൽക്കുന്നത്. അപ്പം അങ്ങനെ അൽവരസ് ഈ വേൾഡ് കപ്പിൽ ആദ്യത്തെ ഗോളാണ് സ്കോർ ചെയ്യുന്നത്. വാട്ട് എ ടൈം ടു സ്കോർ ഹിസ് ഫസ്റ്റ് ഗോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്വിറ്റ്സർലാൻഡ് കളി തിരിച്ചു പിടിക്കാനുള്ളതിലാണ് ഫർദർ അതിപ്പിച്ച് പോകുന്നുണ്ട് എല്ലാ പ്ലേയേഴ്സും. പക്ഷേ അതിന് പറ്റുന്നില്ല. കൗണ്ടർ വരുന്നു, അത് മാർട്ടിനസ് ഫിനിഷ് ചെയ്യാണ്. അങ്ങനെ 3-1 പറഞ്ഞ സ്കോർ ലൈനിൽ അർജന്റീന കളി ജയിക്കുകയാണ്. അൽവരസ് ആണ് മാൻ ഓഫ് ദ മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന എന്ന് പറയുന്ന സെമി ഫൈനൽ ഫിക്സർ തീരുമാനമായിരിക്കുകയാണ്. ഇതിനു മുമ്പ് 5 വട്ടമാണ് ഇംഗ്ലണ്ടും അർജന്റീനയും വേൾഡ് കപ്പ് ഹിസ്റ്ററിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്.
അതിൽ 3 തവണ ഇംഗ്ലണ്ടാണ് ജയിച്ചത്, 2 തവണ അർജൻറ്റീനയാണ് ജയിക്കുന്നത്. അപ്പോൾ ഈ ഫിക്സ്ചറിനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു റിസൾട്ട് എന്ന് പറയുന്നത് ഹാൻഡ് ഓഫ് ഗോഡും അതേപോലെ തന്നെ ഗോൾ ഓഫ് ദ സെഞ്ചുറി, ഈ 2 ഗോളുകളും പറഞ്ഞ മത്സരത്തിനെ പറ്റിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മാച്ച് ഇംഗ്ലണ്ട് വേഴ്സസ് അർജൻറ്റീന നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ആരായിരിക്കും ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുക, ആരായിരിക്കും അഡ്വാൻസ് ചെയ്യുന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ 2 മാച്ചും കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസും തോട്ട്സും കമൻറ്റ് ചെയ്യുക. അൺടിൽ നെക്സ്റ്റ് ടൈം, പീസ് ഔട്ട്.